മൂന്നാം നരേന്ദ്രമോദി സർക്കാർ അധികാരത്തിൽ വന്നപ്പോൾ കേരളത്തിൽ നിന്നും 2 സഹമന്ത്രിമാർ. ഒന്ന് നമ്മളെല്ലാം പ്രതീക്ഷിച്ചതുപോലെ സുരേഷ് ഗോപി തന്നെയാണ്. മറ്റൊരാളാണ് ഒരുപക്ഷെ BJPയുടെ സർജിക്കൽ സ്ട്രൈക്കായി മാറിയിരിക്കുന്നത്. അത് ജോർജ് കുര്യൻ. ഇനി ആരാണ് ഈ ജോർജ് കുര്യൻ എന്നല്ലേ? ഒരുപക്ഷെ നരേന്ദ്രമോദി സർക്കാരിൽ കേന്ദ്ര സഹമന്ത്രിമാരായിട്ട് ജോർജ് കുര്യനെ നിയോഗിച്ചപ്പോൾ തന്നെ ആളുകൾ ഗൂഗിളിൽ ഏറ്റവും കൂടുതൽ അന്വേഷിച്ചത് ജോർജ് കുര്യനെ കുറിച്ചായിരിക്കാം. പ്രത്യേകിച്ചും മലയാളികൾക്ക് അത്ര പരിചിതമായിരിക്കില്ല ജോർജ് കുര്യനെ. എന്നാൽ മാധ്യമങ്ങൾക്കും മാധ്യമപ്രവർത്തകർക്കൊക്കെ നന്നായിട്ട് അറിയാവുന്ന ജോർജ് കുര്യൻ ഒരുപക്ഷെ 1980-ൽ BJP രൂപീകരിച്ചത് മുതൽ BJPയോടൊപ്പം നടക്കുന്ന അടിയന്തരാവസ്ഥ കാലത്തിന് ശേഷം BJPയുടെ ഭാഗമായിരിക്കുന്ന ഒരു നേതാവാണ്. ചുരുക്കി പറഞ്ഞാൽ 10-40 വർഷക്കാലം ഒന്നും ആഗ്രഹിക്കാതെ BJPക്ക് വേണ്ടി പ്രവർത്തിച്ച ഒരു സജീവമായ പ്രവർത്തകനാണ് അദ്ദേഹം. അദ്ദേഹത്തിന് തന്നെയാണ് നരേന്ദ്രമോദിയുടെ 3ാം മന്ത്രിസഭയിൽ സഹമന്ത്രിസ്ഥാനം കൊടുത്തിരിക്കുന്നത്. ഇനി അദ്ദേഹത്തിന് നൽകിയിരിക്കുന്ന വകുപ്പുകൾ നോക്കുമ്പോൾ ക്ഷേമവും അത് ന്യൂനപക്ഷവും അതുപോലെ തന്നെ മൃഗസംരക്ഷണ വകുപ്പുമാണ്. ദക്ഷിണേന്ത്യൻ സംസ്ഥാനങ്ങൾ പിടിക്കാൻ ശ്രമിക്കുന്ന BJPയെ സംബന്ധിച്ചിടത്തോളം ഒരു സീറ്റിൽ പോലും ജയിപ്പിക്കാത്ത തമിഴ്നാട്ടിൽ നിന്നുമുണ്ട് ഒരു മന്ത്രി. കേരളീയരെ സംബന്ധിച്ചിടത്തോളം ഒരു കാര്യം ഉറപ്പാണ്, 2 കേന്ദ്ര സഹമന്ത്രിമാരെ BJP നൽകിയിട്ടുണ്ട്. അതിലൂടെ കേരളത്തിൻ്റെ വികസനങ്ങൾ വാനോളം ഉയരട്ടെ എന്ന് നമുക്ക് പ്രതീക്ഷിക്കുകയും ചെയ്യാം.